സർവ്വമേഖലയിലും കേമന്മാരെന്ന് അവകാശപ്പെട്ട അഹങ്കാരത്തോടെ ലോകത്തെ മുഴുവൻ വെല്ലുവിളിക്കുന്ന ചൈനീസ് ഭരണകൂടം സ്വന്തം ജനതയുടെ മനസ്സിൽ പേടിപ്പെടുത്തുന്ന ദുസ്വപ്നമായി മാറുകയാണ്. ചൈനയുടെ ഉൾത്തളങ്ങളിൽ നിന്ന് പുറത്തുവരുന്നത് മനുഷ്യാവകാശ ലംഘനങ്ങളുടെ ഭീതി നിറയ്ക്കുന്ന വാർത്തകളാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രത്യാശാസ്ത്രത്തിന് വഴങ്ങാത്ത ഏതൊരു വിശ്വാസത്തെയും സംസ്കാരത്തെയും വേരോടെ പിഴുതെറിയാനുള്ള ആസൂത്രിതമായ നീക്കങ്ങളാണ് ഷീ ജിൻപിങ് സർക്കാരിന്റെ കീഴിൽ നടക്കുന്നത്. സിനിസൈസേഷൻ അഥവാ മതങ്ങളെ കമ്മ്യൂണിസ്റ്റുവൽക്കരിക്കുക എന്ന നയം ഇന്ന് ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവിതം ദുസ്സഹമാക്കുകയാണ്. ചൈനയിലെ ക്രൈസ്തവ വിശ്വാസികൾ നേരിടുന്നത് സമാനതകളില്ലാത്ത പ്രതിസന്ധികളാണ്. ഭരണകൂടം നേരിട്ട് നിയന്ത്രിക്കുന്ന 3 സെൽഫ് ചർച്ച് സംവിധാനത്തിന് പുറത്തുള്ള എല്ലാ സഭകളെയും അനധികൃത സഭകളായി പ്രഖ്യാപിച്ച് നിരന്തരം വേട്ടയാടുകയാണ്. പള്ളികൾക്ക് മുകളിൽ നിന്നും കുരിശുകൾ നീക്കം ചെയ്യുന്നതും പള്ളികൾ തകർക്കുന്നതും നിത്യ സംഭവമായി മാറിയിരിക്കുന്നു. ബൈബിൾ ഉൾപ്പെടെയുള്ള വിശുദ്ധ ഗ്രന്ഥങ്ങൾ പിടിച്ചെടുക്കുകയും ഓൺലൈൻ വഴിയുള്ള ബൈബിൾ വിൽപ്പന നിരോധിക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ പള്ളികളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോസ്റ്ററുകൾ നിർബന്ധപൂർവ്വം പതിപ്പിക്കുകയും ആരാധനാക്രമങ്ങളിൽ പാർട്ടിയുടെ മഹത്വം വാഴ്ത്തുന്ന വരികൾ ഉൾപ്പെടുത്തുവാൻ നിർബന്ധിക്കുകയും ചെയ്യുന്നു. വിശ്വാസം മുറുകെ പിടിക്കുന്ന പാസ്റ്റർമാരെയും ബിഷപ്പുമാരെയും വിചാരണ കൂടാതെ വർഷങ്ങളോളം തടങ്കലിൽ വയ്ക്കുന്ന ക്രൂരതയാണ് അവിടെ അരങ്ങേറുന്നത്. ജയിലുകളിൽ അടയ്ക്കപ്പെടുന്നവർ നേരിടേണ്ടി വരുന്നത് വിവരിക്കാനാവാത്ത വിധത്തിലുള്ള ക്രൂരതയാണ്. ഇത്തരത്തിൽ പിടികൂടുന്നവർ പലരും പിന്നീട് പുറംലോകം കാണാറില്ല എന്നതും മറ്റൊരു യാഥാർത്ഥ്യം. ചൈനയിലെ പള്ളികളിൽ കുരിശുകൾ നീക്കം ചെയ്യണമെന്നും ഈശോയുടെയും കന്യാമറിയത്തിന്റെയും ചിത്രങ്ങൾക്ക് പകരം പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിന്റെ ചിത്രം വയ്ക്കണമെന്ന സർക്കാരിന്റെ നിർദ്ദേശം വിവാദമാവുകയാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കമ്മീഷൻ ഓൺ ഇന്റർനാഷണൽ റിലീജിയസ് ഫ്രീഡം പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ ഗുരുതര ആരോപണങ്ങളാണുള്ളത്. സർക്കാർ മതഗ്രന്ഥങ്ങൾ സെൻസർ ചെയ്യുകയാണെന്നും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രത്യാശാസ്ത്രം പ്രസംഗിക്കാൻ വൈദികരെ നിർബന്ധിക്കുകയും പള്ളികളിൽ മുദ്രാവാക്യങ്ങൾ പ്രദർശിപ്പിക്കാൻ നിർബന്ധിക്കുകയും ചെയ്യുകയാണെന്നും അന്താരാഷ്ട്ര മതസ്വാതന്ത്ര്യം സംബന്ധിച്ച അമേരിക്കൻ കമ്മീഷന്റെ റിപ്പോർട്ടിൽ പറയുന്നു. ചിലയിടത്തൊക്കെ പള്ളികൾ സർക്കാർ അടപ്പിച്ചതിനെ തുടർന്ന് വീടുകളിൽ ചേരുന്ന വിശ്വാസി കൂട്ടായ്മകളിലാണ് പ്രാർത്ഥനാ ചടങ്ങുകൾ നടക്കുന്നത്. മറ്റൊരു വശത്ത് സിൻജിയാങ് പ്രവിശ്യയിലെ ന്യൂനപക്ഷങ്ങൾ നേരിടുന്നത് ആധുനിക ലോകം കണ്ട ഏറ്റവും വലിയ വംശഹത്യയാണ്. റീ എഡ്യൂക്കേഷൻ ക്യാമ്പുകൾ എന്ന് ചൈന വിളിക്കുന്ന തടങ്കൽ പാളയങ്ങളിൽ 10 ലക്ഷത്തിലധികം മനുഷ്യരെയാണ് പാർപ്പിച്ചിരിക്കുന്നത്. അവിടെ അവർക്ക് സ്വന്തം മതം ഉപേക്ഷിക്കുവാനും ചൈനീസ് ഭാഷ മാത്രം സംസാരിക്കുവാനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സ്തുതിക്കുവാനും കടുത്ത മാനസിക ശാരീരിക പീഡനങ്ങളിലൂടെ നിർബന്ധിത പരിശീലനം നൽകുകയാണ്. ആരാധനാലയങ്ങൾ തകർത്ത് അവിടെ ശൗചാലയങ്ങളും വിനോദസഞ്ചാര കേന്ദ്രങ്ങളും പണിയുന്നതിലൂടെ ഒരു ജനതയുടെ സാംസ്കാരിക അടയാളങ്ങളെ തന്നെ ഇല്ലാതാക്കാനാണ് ഭരണകൂടം ശ്രമിക്കുന്നത്. 2020 ഉയ്ഗൂർ മുസ്ലിമുകളുടെ ആരാധനാലയങ്ങൾ പൊളിച്ച് മൂത്രപ്പുരയാക്കിയതും ചിലത് മദ്യവും സിഗരറ്റും വിൽക്കുന്ന ബാറാക്കിയതും ഖബറുകളിലെ അസ്ഥികൾ വരെ മാന്തിയെടുത്തതും വലിയ വാർത്തയായിരുന്നു. പ്രവിശ്യയിലെ ആദുഷി ഗ്രാമത്തിലുണ്ടായിരുന്ന ഉയ്ഗൂർ ജമാ മസ്ജിദ് ഇടിച്ചു പൊളിച്ച് മൂത്രപ്പുരയാക്കിയത് ഇടിച്ചു പൊളിക്കും മുൻപ് ആരാധനാലയം കയ്യേറി പാർട്ടി കൊടിയും നാട്ടിയതിനു ശേഷമായിരുന്നു. മുൻവശത്ത് രാജ്യത്തെ സ്നേഹിക്കുക, പാർട്ടിയെ സ്നേഹിക്കുക എന്നെഴുതിയ വലിയൊരു ബോർഡും സ്ഥാപിച്ചിരുന്നു. അവിടെ മറ്റൊരു മസ്ജിദ് പൊളിച്ച് ഇസ്ലാമിന് ഹറാമായ മദ്യവും സിഗരറ്റുമൊക്കെ വിൽക്കുന്ന സ്റ്റോറാക്കി മാറ്റുകയും ചെയ്തിരുന്നു. ടിബറ്റൻ ബുദ്ധമത വിശ്വാസികൾക്ക് നേരെയും സമാനമായ കടന്നുകയറ്റങ്ങളാണ് നടക്കുന്നത്. ദലൈലാമയോടുള്ള ബഹുമാനം പ്രകടിപ്പിക്കുന്നത് രാജ്യദ്രോഹമായാണ് കണക്കാക്കപ്പെടുന്നത്. സന്യാസി മഠങ്ങളിൽ CCTV ക്യാമറകൾ സ്ഥാപിച്ച് കനത്ത നിരീക്ഷണമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. കുട്ടികളെ അവരുടെ മാതാപിതാക്കളിൽ നിന്ന് അകറ്റി സർക്കാർ ബോർഡിംഗ് സ്കൂളുകളിൽ എത്തിച്ച് ബുദ്ധമത സംസ്കാരത്തിൽ നിന്ന് മാറ്റിയെടുക്കുന്ന അപകടകരമായ പ്രവണതയും ഇവിടെ തുടരുകയാണ്. അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകളും ഐക്യരാഷ്ട്രസഭയും ചൈനയുടെ ഈ നടപടികളിൽ പല തവണ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ സാമ്പത്തിക സ്വാധീനം ഉപയോഗിച്ച് ഇത്തരം വിമർശനങ്ങളെ ചൈന പ്രതിരോധിക്കുകയാണ് ചെയ്യുന്നത്. ആഗോള വിപണിയിലെ തിളക്കത്തിന് പിന്നിൽ മറഞ്ഞിരിക്കുന്നത് ലക്ഷക്കണക്കിന് മനുഷ്യരുടെ കണ്ണുനീരും നിലവിളിയുമാണെന്ന സത്യം ലോകം ഗൗരവത്തോടെ കാണേണ്ടിയിരിക്കുന്നു. ഭരണകൂട ഭീകരതയ്ക്കിടയിലും തങ്ങളുടെ വിശ്വാസം കാത്തുസൂക്ഷിക്കാൻ പോരാടുന്ന ഒരു ജനതയുടെ അതിജീവനമാണിന്ന് ചൈനയിലെ ഓരോ ന്യൂനപക്ഷ വിഭാഗവും പൊഴിക്കുന്ന കണ്ണുനീർ. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.